Hello, dear students. So, this is the second session of our first unit. First session നമ്മൾ already analysis എന്താണെന്ന് കണ്ടു, different types of analytical techniques എന്താണെന്ന് കണ്ടു. So, ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോൺസെൻട്രേഷൻ ആൻഡ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ രീതിയിൽ കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ടോപ്പിക് കോൺസെൻട്രേഷൻ. നമുക്കറിയാം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്കൊരു പേരും നമ്മുടെ അഡ്രസ്സും നമ്മുടെ വെയിറ്റ് ഹൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ഐഡന്റിറ്റി ഉള്ളതുപോലെ തന്നെ ഏതൊരു സൊല്യൂഷനും ഒരു ഐഡന്റിറ്റി ഉണ്ട്. സോ ഒരു സൊല്യൂഷന്റെ ഐഡന്റിറ്റിയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പറയാൻ സാധിക്കും. സോ എങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു സൊല്യൂട്ടിനെ ഒരു പർട്ടിക്കുലർ സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. സോ സൊല്യൂട്ട് വെൻ ഇറ്റ് ഈസ് ഡിസോൾവ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ് വി വിൽ ഗെറ്റ് എ സൊല്യൂഷൻ. സോ എന്തോരം സൊല്യൂട്ട് എന്തോരം സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നത്, ആ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന പേരിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് സൊല്യൂട്ട് വെൻ ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് അനദർ സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് സോൾവെന്റ്. എന്തുമാത്രം സൊല്യൂട്ട് എന്തോരം സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്തപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി, അതാണ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ക്വാളിറ്റേറ്റീവ് രീതിയിലാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ആണ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയാം. ഒരു സെമി ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഒരു സൊല്യൂഷൻ നമുക്ക് സാച്ചുറേറ്റഡ് ആണെന്ന് പറയാം അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആണെന്ന് പറയാം. പക്ഷെ ഡൈല്യൂട്ട് ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആണ്, അൺസാച്ചുറേറ്റഡ് ആണ് എന്നൊന്നും പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സാക്ട് ക്വാണ്ടിറ്റി നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കുന്നില്ല. സോ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മളൊരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there are certain concentration expressing terms. അതാണ് നമ്മൾ നോക്കുന്നത്. And that include percentage, parts per million and parts per billion, normality, molarity, molality, formality and mole fraction. സോ ഇത്രയാണ് നോർമലി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനേഷൻ ഓറിയന്റഡ് ആയിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതലും ചോദിച്ച് കാണുന്ന ഒരു ടേം ആണ് ഇതെല്ലാം. മെയിൻലി നോർമാലിറ്റി, മൊലാലിറ്റി ഒക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻസിൽ കൂടുതലും വരാൻ സാധ്യതയുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെർസെൻറ്റേജിന്റെ ടേമിൽ എങ്ങനെയാണ് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കാം. പെർസെൻറ്റേജ് ടേംസിൽ 3 രീതിയിൽ നമുക്ക് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ്, then percentage weight by volume, then percentage volume by volume. So percentage weight by weight എന്ന് പറയുമ്പോൾ it means it is the weight of solute divided by weight of the solution into 100. For example, consider this is a solution. ഈ സൊല്യൂഷനകത്ത് നമ്മൾ സൊല്യൂട്ട് ഇട്ടിട്ടുണ്ട്, അതൊരു പർട്ടിക്കുലർ സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്ത് നമുക്ക് ഏകദേശം ഇത്രയും സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. സോ ഈ ഒരു സൊല്യൂഷന്റെ പെർസെൻറ്റേജ് നമുക്ക് വെയിറ്റ് ബൈ വെയിറ്റ് എന്നുള്ള ടേംസിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ ഇതിനകത്ത് എന്തോരം ഹൗ മച്ച് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഈ ടോട്ടൽ വെയിറ്റ് ഓഫ് സൊല്യൂഷനുമായിട്ട് എന്തോരമാണ് മിക്സ് ചെയ്തേക്കുന്നത്, ദാറ്റ് വെൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 100 നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാം, വെയിറ്റ് ബൈ വെയിറ്റ് എന്നുള്ള ടേമിൽ പെർസെൻറ്റേജിനെ എക്സ്പ്രസ് ചെയ്യാം. ഇനി പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. സൊല്യൂട്ടിന്റെ വെയിറ്റിനെ ഈ ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം വെൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 100 ഇറ്റ് ഈസ് കോൾഡ് ആസ് percentage weight by volume. Then percentage volume by volume എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, how much volume of the solute is dissolved in how much volume of the solution into 100, that is percentage volume by volume. സോ ഈ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൊല്യൂഷന്റെ കേസിലും ആപ്ലിക്കബിൾ ആവുന്ന ഒന്നല്ല. സോ കൂടുതലും ടൈട്രേഷൻസ് ഒക്കെ വരുമ്പം ടൈട്രമെട്രിക് അനാലിസിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവിടെ കൂടുതലും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ടേംസ് ആണ് നോർമാലിറ്റി, മൊലാലിറ്റി എന്ന് പറയുന്നത്. അതിനു മുന്നേ നമുക്ക് പാർട്സ് പെർ മില്യൺ, പാർട്സ് പെർ ബില്യൺ എന്താണെന്ന് നോക്കാം. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആണ് സൊല്യൂട്ടും സൊല്യൂഷനും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ പാർട്സ് പെർ മില്യണും പാർട്സ് പെർ ബില്യണും പറയാം. സോ പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് സൊല്യൂട്ട് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ദ ഹോൾ ഇൻറ്റു 10⁻⁶. സോ സൊല്യൂട്ടിന്റെ മാസ് എത്രയുണ്ടോ ദാറ്റ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ ടോട്ടൽ മാസ് വെൻ ദാറ്റ് ഹോൾ ഇസ് മൾട്ടിപ്ലൈഡ് ഇൻറ്റു 10⁻⁶ ദാറ്റ് വിൽ ബി ദ പാർട്സ് പെർ ബില്യൺ. പാർട്സ് പെർ ബില്യൺ എന്ന് പറഞ്ഞാലോ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ദ ഹോൾ ഇൻറ്റു 10⁻⁹ ദാറ്റ് ഇസ് പാർട്സ് പെർ ബില്യൺ. സോ വളരെ ട്രേസ് ക്വാണ്ടിറ്റിയിലാണ് സൊല്യൂട്ട് പ്രസന്റ് ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പാർട്സ് പെർ മില്യണിലും പാർട്സ് പെർ ബില്യണിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ ഈ പെർസെൻറ്റേജും പാർട്സ് പെർ മില്യൺ ആൻഡ് പാർട്സ് പെർ ബില്യൺ ഒക്കെ നമുക്ക് എല്ലാ കണ്ടീഷൻസിലും ആപ്ലിക്കബിൾ അല്ല.
കൂടുതലും ടൈട്രേഷൻസിലൊക്കെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി ആൻഡ് ഫോർമാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൊളാരിറ്റി എന്താണെന്ന് നോക്കാം. സോ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present in 1 liter of solution. Number of moles of solute present in 1 liter of solution. അതായത് 1 മോളാർ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1 മോൾ ഓഫ് സൊല്യൂഷൻ പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദാറ്റ് സൊല്യൂഷൻ. 1 ലിറ്റർ അല്ലെങ്കിൽ 1000 ml ഓഫ് ദാറ്റ് സൊല്യൂഷൻ നമുക്ക് പറയാൻ സാധിക്കും. സോ 3 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് മീൻസ് 3 മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ആൻഡ് നോർമാലിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ എം. മൊളാരിറ്റി ഓർ 1 മോളാർ എന്നാണ് നമ്മൾ ആ സൊല്യൂഷനെ പറയുക. 1 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 3 മോളാർ എന്ന് പറഞ്ഞാൽ 3 മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 5 മോളാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. സോ നമ്മൾ മൊളാർ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി മോൾസ് എന്തായിരിക്കും? മോൾസിലെ നമുക്ക് സിംപ്ലി ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മോളിക്കുലർ വെയിറ്റ്. മോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ 1 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കാം. 1 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 മോൾസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. സോ 1 മോൾസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാണ്? 40 ആണ്. സോ 40 ഗ്രാംസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡിനെ 1 ലിറ്റർ ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 1 മോളാർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടുക. സോ ദാറ്റ് ഇസ് മൊളാരിറ്റി. ദെൻ നെക്സ്റ്റ് ഇസ് മൊളാലിറ്റി. മൊളാലിറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ്. മൊളാലിറ്റി. So molality means it is the number of moles of solute present in 1 kilogram of solution. മൊളാരിറ്റിയിൽ നമ്മൾ എന്താ ചെയ്തത്? വോളിയം ഓഫ് സൊല്യൂഷൻ നമ്മൾ ലിറ്ററിന്റെ ടേമിലാണ് എക്സ്പ്രസ് ചെയ്തത്. മൊളാലിറ്റിയിൽ നമ്മൾ എന്താ പറയുക? വോളിയം ഇൻ കിലോഗ്രാം. 1000 ഗ്രാം ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ 1 കിലോഗ്രാം ഓഫ് സൊല്യൂഷനിൽ എത്ര മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് മൊളാലിറ്റിയിൽ വരിക. സോ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് പറയാം. LkG, അതായത് മൊളാലിറ്റിയുടെ L. മൊളാലിറ്റി ഈസ് പ്രസന്റ് ഇൻ 1 kilogram of solution. LkG എന്ന് നമുക്ക് ഓർത്തിരിക്കാം. So it is the number of moles of solute present in 1 kilogram of the solution. Then next is normality. So normality is expressed as N, capital letter N എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. And normality is defined as the number of gram equivalence of solute in 1 liter of solution. സോ ഇതിപ്പോൾ അത്ര നമ്മൾ മോൾസ് എന്നൊന്നും പറഞ്ഞ പോലെയല്ല, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. ഏറ്റവും കൂടുതൽ ടൈട്രേഷൻസിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ടേം ആണ് നോർമാലിറ്റി. നോർമാലിറ്റിയുടെ ടേംസിലാണ് ഏറ്റവും കൂടുതൽ ടൈട്രേഷൻസിൽ നമ്മൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന ഒരു പുതിയ ടേം ആണ് ഗ്രാം ഇക്വലന്റ്. സോ എന്തായിരിക്കും ഗ്രാം ഇക്വലന്റ് എന്ന് പറയുന്നത്? 1 നോർമൽ എന്ന് പറയുന്നത് എന്താണ്? number of gram equivalent of that solute present in 1 liter of solution. So gram equivalent എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? gram equivalent കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് molecular weight divided by number of replaceable ions. Molecular weight divided by number of replaceable ions. So replaceable ions എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് നോക്കാം. In the case of an acid or a base, ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് കൺസിഡർ ചെയ്യാം. ആസിഡിന്റെ കേസിൽ റീപ്ലേസബിൾ അയോൺ എന്ന് പറഞ്ഞാൽ എത്ര H+ അയോൺസ് അവിടുന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ബേസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എത്ര OH- അയോൺസ് നമുക്ക് അവിടുന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഗ്രാം ഇക്വലന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു മോളിക്കുലർ വെയിറ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ NaOH എത്ര റീപ്ലേസബിൾ അയോൺസ് ഉണ്ടാവും? NaOH സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഫോം ചെയ്യുക? Na പ്ലസ് OH- ആണ്. സോ എത്ര OH- അയോൺസ് ഉണ്ട് റീപ്ലേസബിൾ ആയിട്ടുള്ളത്? 1 ആണ്. ഒരു അയോണേ ഉള്ളൂ, ഒരു OH- അയോണേ ഉള്ളൂ. സോ നമ്മൾ നമ്പർ ഓഫ് റീപ്ലേസബിൾ അയോൺസ് 1 കൊടുക്കുന്നു. സോ മോളിക്കുലർ വെയിറ്റ് 40 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 40 വരും. സോ ദ ഗ്രാം ഇക്വലന്റ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് 40 ഗ്രാം. സോ 40 ഗ്രാം എടുത്ത് നമ്മൾ 1 ലിറ്റർ സൊല്യൂഷനിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും.
ഇനി നമുക്ക് HCl ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഗ്രാം ഇക്വലന്റ് എന്ന് പറയുന്നത് എത്ര വരും? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 36.5 ആണ്. ഇതിനകത്ത് എത്ര റീപ്ലേസബിൾ അയോൺസ് ഉണ്ട്? HCl എങ്ങനെയായിരിക്കും അയോണൈസ് ചെയ്യുക? HCl അയോണൈസ് ചെയ്ത് H++ Cl- ആണ് ഫോം ചെയ്യുന്നത്. സോ HClനെ റീപ്ലേസബിൾ അയോൺ എന്ന് പറയുന്നത് H+ ആണ്. ഒരു H+ അയോൺ മാത്രമേ റീപ്ലേസബിൾ അയോൺ ഉള്ളൂ. സോ മോളിക്കുലാർ വെയിറ്റ് 36.5 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. ദാറ്റ് നമുക്ക് 36.5 എന്ന് കിട്ടും. ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ഓഫ് HCl. സോ 36.5 ഗ്രാം എടുത്ത് 1 ലിറ്ററിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 നോർമൽ HCl സൊല്യൂഷൻ കിട്ടും. So that is normality. Normality is the number of gram equivalents of solute divided by volume of solution in liter or 1 liter of solution. The next is formality. Formality is defined as the number of gram formula weight of solute divided by volume of solution in liter, or it's the number of gram formula weight of solute present in 1 liter of solution. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ 3 ടേംസ് ആണ് നമ്മൾ കൂടുതലും കാണുക. ഫോർമാലിറ്റി അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക. ഫോർമാലിറ്റി മീൻസ് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഗ്രാം ഫോർമുല വെയിറ്റ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഗ്രാം ഫോർമുല വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള സൊല്യൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെയും വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഇസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആകുമ്പോഴാണ് അത് 1 ഫോർമൽ ഓർ എഫ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, 1 ഫോർമൽ സൊല്യൂഷൻ ആവുന്നത്. Then the last method of expressing the concentration is mole fraction. Mole fraction means ഇപ്പൊ നമുക്ക് ABCD എന്ന് പറയുന്ന പല കമ്പോണന്റുകളുള്ള ഒരു സൊല്യൂഷനകത്ത് നമുക്ക് A എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് എക്സ്പ്രസ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് A ആസ് XA. നമ്മൾ എയുടെ മോൾ ഫ്രാക്ഷൻ XA എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് XA അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് A കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ അതിനകത്തുള്ള ഓരോ കമ്പോണൻസിന്റെയും മോൾ ഫ്രാക്ഷനുമായിട്ട് അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. സോ അങ്ങനെ എന്താ മാത്രമേ നമുക്ക് ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണന്റ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ്. നമുക്ക് ഏതിന്റെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ നമ്പർ to the total number of moles of all components in the solution. ആ സൊല്യൂഷനകത്തുള്ള എല്ലാ കമ്പോണന്റിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ hope all of you are clear about the concentration expression terms. Percentage എന്നുള്ള രീതിയിൽ പറയാം, normality, formality, molarity, molality and mole fraction. So that's all about the first topic of today's session, that is concentration and method of expressing concentration.